സർ ചങ്ങനാശ്ശേരിയിൽ സാറിൻ്റെ ബാല്യകാലം ഒന്ന്. ഞാൻ ചങ്ങനാശ്ശേരിയിലെ വാഴപ്പള്ളി തന്നെയാണ് ജനിച്ചത്. വാഴപ്പള്ളി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. 1930 ഞാൻ ജനിക്കുന്നത്. കൂടുതലും ഇതിന് പടിഞ്ഞാറ് പാടമുണ്ട്. ആ പാടത്തിനക്കരയാണ്. അത് കഴിഞ്ഞ് തന്നെ 6 മാസം കഴിഞ്ഞപ്പം ഭാഗമൊക്കെ ചെയ്ത് എല്ലാവരും ചെയ്ത് ഇങ്ങോട്ട് മാറി. അപ്പോൾ ഇവിടെ ഏരിയയിൽ കൊച്ചമ്മയും പേരമ്മയ്ക്ക് വെറുതെ താമസമായി. എല്ലാവരും ഇവിടെ തന്നെ. എല്ലാവരും ഉണ്ട്. ഫാമിലിയിൽ ഒരു 3-4 തറവാട് ഇവിടെ താമസം. അപ്പോൾ ഞങ്ങളിവിടെ താമസിച്ചു. പിന്നെ ഞങ്ങൾ ഇവിടെ താമസിക്കാനൊരു രസകരമായ കാര്യമുണ്ട്. അന്നൊക്കെ ഈ റോഡിനോടടുത്ത സ്ഥലത്ത് താമസിക്കാൻ ഇഷ്ടപ്പെടാത്ത കാലമാണ്. കാരണം തീണ്ടലുണ്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അച്ഛൻ ഇതൊന്നുമില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അത് ഞങ്ങളെടുത്തോ. അപ്പം ഈ പറഞ്ഞ അകത്തെ പ്രദേശങ്ങൾക്കൊക്കെ കിട്ടുന്നതിൻ്റെ 10 ഇരട്ടി വില ഇവിടെ കിട്ടും. ഇമ്പോർട്ടൻസും ഉണ്ട്. അന്ന് ഈ വണ്ടികളോ ഒന്നുമില്ല. ആയപ്പാടെ ഒരു വണ്ടിയാറുള്ളത് ഇതിലൂടെ. ഞങ്ങളൊക്കെ അന്ന് വരുന്നേ പഠിക്കുന്നതൊക്കെ ഇവിടുന്ന് 2-2.5 മൈൽ നടന്ന ദിവസം പോവുകയാണ്. നിങ്ങൾ എത്ര പേരായിരുന്നു കുട്ടികൾ? ഞങ്ങൾ 7 പേര്. 7 പേരാണ്. ഞാൻ മൂത്തയാളായിരുന്നു. ഒരാൾ ഒഴിച്ച് ബാക്കി എല്ലാവരും ഉണ്ട്. നേരെ ഇടയിൽ സഹോദരി ഒന്ന് മരിച്ചു. അടുത്ത കാലത്ത് ഒരു പേരുടെ മരിച്ചു പോയി. ബാക്കിയുള്ള 6 പേരും ഉണ്ട്. ഏത് സ്കൂളിലാണ് സാർ ഇവിടെ പഠിച്ചത്? ഇവിടെ സെൻറ് തെരേസാസ് സ്കൂള് 4ാം ക്ലാസ് വരെ അന്ന് പഠിപ്പിക്കുള്ള ആൺകുട്ടികളെ. ഞാൻ 4ാം ക്ലാസ് വരെ ഇവിടെ പഠിച്ചത്. 46-ലാണ് പെരുന്നേനെ എപ്പോഴാണ് ആദ്യമായിട്ട് മന്നപ്പൻ സാറിനെ കാണുന്നത്? അത് കൊച്ചിലെ മുതലേ അവിടെ പഠിക്കുന്ന അവസരം മുതലേ കാണും. അത് 36, 41, 42 മുതൽ അദ്ദേഹത്തിനെ മിക്കവാറും കാണും. പെരുന്നേലാണല്ലോ പഠിക്കുന്നത്. അപ്പോൾ അദ്ദേഹം എന്നും സ്കൂളിൽ വരും. വൈകുന്നേരം ആകുമ്പോൾ വരും. അപ്പോൾ ഞങ്ങൾ കാണും. ഞങ്ങളൊക്കെ ഇങ്ങനെ അകന്ന് നിൽക്കുക എന്നുള്ളതല്ലാതെ അത് വളരെ പ്രായമുള്ള ഒരാൾ. അദ്ദേഹം സംസാരിക്കാനൊന്നും പേടിയാ. ചെന്നാൽ വലിയ കാര്യമാണ് തന്നെ. ഏതാണെന്ന് ചോദിക്കും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഈ അടുക്ക ചെന്ന് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമൊന്നും അന്ന് വലുതായിട്ട് എടുക്കാനുള്ള ധൈര്യം പോരാത്തോണ്ട്. ശരി, എന്നാലും അദ്ദേഹം വെൽക്കം ചെയ്യും. ചോദിച്ചല്ലോ എടുക്കാൻ നമുക്ക് പറയും. ESLC കഴിഞ്ഞപ്പം ചങ്ങനാശ്ശേരിയിലെ SP ഹൈസ്കൂൾ SP കോളേജിലാണ്. BL ഒക്കെ എറണാകുളത്തിലെ കോളേജിൽ, കോളേജിൽ. അപ്പോൾ ഈ പൊതുധാരയിലേക്ക് വരാൻ അതെങ്ങനെയായിരുന്നു? ഈ ഒരു അന്ന് അത് കഴിഞ്ഞ് വന്ന് പ്രാക്ടീസ് തുടങ്ങി കഴിഞ്ഞപ്പോൾ എല്ലാ പൊതു കാര്യത്തിലും ഒക്കെ ഉണ്ട്. കരയോഗത്തിൻ്റെ പ്രവർത്തനത്തിന് നേരത്തെ ഉണ്ട്. കരയോഗത്തിൻ്റെ പ്രവർത്തനത്തിൽ ഞങ്ങളെ ഒന്നും അങ്ങനെ ഈ പിള്ളേരെ ഒന്നും കരയോഗ പ്രവർത്തനത്തിനൊന്നും അനി അത് എന്നൊക്കെ പറഞ്ഞു വിടുകയല്ലാതെ കാര്യമായിട്ടുള്ള കാര്യങ്ങൾ അല്ല, അങ്ങനെയുള്ള ഒരു ചുമതല തന്നോ ചെയ്യത്തക്ക രീതിയിലൊന്നും ഉത്തരവാദിത്വം തരികയില്ല. അപ്പോൾ ഈ NSSൽ പ്രവർത്തിക്കുന്നതിന് മുമ്പ് തന്നെ സാറ് കേരള അങ്ങനെ എന്തോ അല്ല, അത് കേരള നായർ സമാജം എന്ന് പറഞ്ഞു. അന്ന് C കൃഷ്ണപിള്ള, അതുപോലെ തന്നെ മള്ളൂർ ഗോവിന്ദപിള്ള, അങ്ങനെയുള്ള അവരെല്ലാവരും ഉണ്ടായിരുന്നു. 94 കൊല്ലമായി തുടങ്ങിയിട്ട്. ആദ്യം തുടങ്ങുമ്പം 25 രൂപയാണ് മൂലധനം. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അത് കണക്ക് എഴുതിയിട്ടുണ്ട്. 15 അച്ചടിക്കൂലി ഇനത്തിൽ 15.25 രൂപ വൃത്തിയമഠത്തിൽ വേലായുധൻ പിള്ളയ്ക്ക് കൊടുത്ത്, അതുപോലെ പോസ്റ്റേജ് ഇത്ര, ബാക്കി ഇത്ര എന്ന് എഴുതിയിട്ടുണ്ട്. അന്ന് ഇത് മൂലധനം ഉണ്ടാക്കുമ്പോൾ എല്ലാവരും 14 പേരും 2 രൂപ വീതം എടുക്കണം എന്നുള്ള ഒരു തോന്നുന്നില്ല ആദ്യത്തെ. അന്ന് എല്ലാവരുടെ കയ്യിൽ ഈ പണം ഇന്നത്തെ പോലെ കൊണ്ടു നടക്കുന്ന സ്വഭാവമൊന്നുമില്ല. അപ്പോൾ അത് പണമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ അപ്പോൾ കൈ കാണുകയില്ല, കൊടുത്ത് കാണുകയില്ല. പിന്നെ അത് മേടിക്കുക, അതിൽ കൂടെ ഒരുപാട് സാധനം കൊടുത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ എടുത്തിട്ടും 28 രൂപ തികഞ്ഞില്ല. 14 പേരുടെ 28 രൂപ തരണം. 25,000 രൂപയുണ്ടായിരുന്നു. അച്ഛൻ മാഷായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ പൊതുപ്രവർത്തനങ്ങളൊക്കെ ഇറങ്ങുമ്പോഴും പിന്നെ പഠിക്കുന്ന കാലത്തൊക്കെ അച്ഛനായിട്ട് എങ്ങനെയായിരുന്നു? വളരെ അത് അച്ഛനെ സ്കൂളിലെ ടീച്ചർ എന്നുള്ള നില കഴിഞ്ഞിട്ടുള്ള കാലങ്ങളിലൊക്കെ പ്രവർത്തിക്കുമായിരുന്നു. സമയം മറ്റൊരു സമയമുണ്ടല്ലോ, ടീച്ചർ 4 മണി കഴിഞ്ഞാൽ സമയമുണ്ടല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് പ്രവർത്തിക്കുന്നത് അന്ന് ഈ വലിയ ശക്തമായ പ്രവർത്തനം ഇതുപോലെ ഇല്ലായിരുന്നു ആദ്യകാലങ്ങളിൽ. കോളേജ് പഠിക്കുമ്പോൾ ആ കാലത്തുള്ള ക്ലാസ്മേറ്റ്സും ഒക്കെ ക്ലാസ്മേറ്റ്സ് ഇപ്പം 2 പേരെ ഉള്ളൂ അറിയില്ല. ബാക്കിയുള്ളതെല്ലാം ഒരാൾ ബിഷപ്പ്, പിന്നെ തിരുവല്ലയിലൊരു വിഷ്ണു നമ്പൂതിരിയുണ്ട്, ഒരു കൃഷ്ണൻകുട്ടി നായർ, PK നായർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അദ്ദേഹം സെൻട്രൽ ഗവൺമെൻറ് സർവീസിലായിരുന്നു, റിട്ടയർഡ് തിരുവനന്തപുരത്ത്. ഇങ്ങനെ എൻ്റെ അറിവിൽ 3-4 പേര് ഉള്ളു ബാലൻസ്. ലാ കോളേജിലുള്ള പലരും ഉണ്ട് ഇന്നിപ്പം. ഒരുപാട് പേര് മരിച്ചു പോയവരുണ്ട്. വർക്കൽ രാധാകൃഷ്ണൻ്റെ ക്ലാസ്മേറ്റാണ്. പ്രാക്ടീസ് ചെയ്തതും സാർ ചങ്ങനാശ്ശേരി തന്നെയായിരുന്നു അല്ലേ? ചങ്ങനാശ്ശേരി തന്നെയായിരുന്നു. അതെങ്ങനെയായിരുന്നു ആ ഒരു വക്കീൽ ജീവിതം? ആദ്യം ഒരു സീനിയറിൻ്റെ കൂടെ ഒരു 1.5 കൊല്ലം ഇരുന്ന് കഴിഞ്ഞാൽ തന്നെത്താൻ മാറുകയായിരുന്നു. സന്നദ്ധ എടുത്തത് തന്നെ 55 ജൂലൈ മാസം 7-ാം തീയതി. ഈ 84 പേര് അത് ഹെവി വർക്ക് ഉണ്ടായിരുന്നു. 8 ജൂനിയർമാരുണ്ട്. ഞാനിത് എന്തുതരം കേസുകളായിരുന്നു? അതെല്ലാം ഉണ്ട്, സിവിലും ക്രിമിനലും ഒക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ ഈ പ്രവർത്തനം എങ്ങനെ? പ്രവർത്തനം അതിന്
ഒക്കെ നടന്നു എന്നല്ലാതെ ഇന്നിപ്പോൾ ചോദിച്ചാൽ ഓരോന്ന് പറയാനൊക്കെ ഇല്ല. നടന്നു. അങ്ങനെ ലയൺസ് ക്ലബിൻ്റെ പ്രവർത്തനത്തിന് പോയിട്ടുണ്ട്. ലയൺസ് ക്ലബിൻ്റെ പ്രസിഡൻ്റായിട്ടുണ്ട്. ഇപ്പോഴും ലയൺ മെമ്പറാണ്. മുനിസിപ്പൽ ചെയർമാനായിട്ടിരുന്നിട്ടുണ്ട്. സെനറ്റീവ് പോയിട്ടുണ്ട്. സിൻഡിക്കേറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഗുരുവായൂർ ദേവസ്ഥൻ്റെ ഇരുന്നിട്ടുണ്ട്. പിന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രസിഡൻ്റായിട്ടിരുന്നിട്ടുണ്ട്. ഇനി എല്ലാം നടത്തും എന്നുള്ളത് എല്ലാത്തും ഒരു അഡ്ജസ്റ്റ് ചെയ്ത് പോകുമായിരുന്നു എന്നുള്ളതേ ഉള്ളൂ. NSS ആദ്യമായിട്ടൊരു സ്ഥാനം വഹിക്കുന്നത് ട്രഷറി ആയിട്ടായിരുന്നു അല്ലേ? ട്രഷർ എന്നുള്ള സ്ഥാനമാണ്. അത് 72-ലോ 73-ലോ മറ്റാണ്. അതെ, അന്ന് കിടങ്ങൂർ. കിടങ്ങൂരാണെന്ന് ജനറൽ സെക്രട്ടറി. എങ്ങനെയായിരുന്നു റിലേഷൻഷിപ്പ്? കിടങ്ങൂർ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാണ്. ഓ, ലാ കോളേജിൽ. അതെ. അപ്പോൾ അത് അന്ന് ശേഷം പിന്നീട് ജനറൽ സെക്രട്ടറി ആയിട്ട് 25 കൊല്ലം. 84 ജനുവരി 1-ാം തീയതിയാണ് ജനറൽ സെക്രട്ടറി ആയിട്ട് ചാർജ് എടുക്കുന്നത്. 8ാമത്തെ തവണയാണ് എന്നെ തിരഞ്ഞെടുത്തത്. 3 കൊല്ലം അവരിട്ട് അന്ന്. ഈ കൊല്ലം ഇലക്ഷൻ ഫേസ് ചെയ്യുന്ന കൊല്ലമാണ്. അപ്പം അന്ന് ഒരുപാട് കാര്യങ്ങൾ അതിന് ചെന്ന് എല്ലാം ഓർത്ത് പറയാനുണ്ട്. പക്ഷേ അത് എൻ്റെ തന്നെ ഒരു അച്ചീവ്മെൻ്റായിട്ട് പറയാനൊക്കെയില്ല. ഈ ടീം വർക്ക് കൊണ്ട് ഇപ്പം എല്ലാം സഹകരിക്കുന്ന ആൾക്കാരായിരുന്നു അത് കാലത്ത് വന്ന ആൾക്കാർ. ഞാൻ കേട്ടിട്ടുണ്ട് പണ്ട് കാലത്ത് ഏത് പാർട്ടിയാണെങ്കിലും നായരാണെങ്കിൽ പരോക്ഷമായിട്ട് സാറ് ഒന്ന് സപ്പോർട്ട് ചെയ്യും എന്നുള്ളത്. സാറല്ല, അത് അങ്ങനെയല്ല. ഏത് പാർട്ടിയാണെന്നുള്ളതല്ലേ. പാർട്ടി നമ്മുടെ ഇപ്പം ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും നായന്മാരിലില്ലാത്ത രാഷ്ട്രീയ പാർട്ടിക്ക് ഇല്ലാത്തൊരു ചുരുക്കമല്ലേ. അപ്പോൾ എല്ലാവർക്കും ഒരു രാഷ്ട്രീയം എന്താണെന്ന് NSSന് പറയാനൊക്കുകയില്ല. NDP ഉണ്ടായിരുന്ന കാലത്ത് NSSന് ആണെന്ന് പറയാനൊക്കുകയില്ല. അതിൽ കുറേ ആളുകൾ അങ്ങനെ നടന്നൊന്നുമല്ല. NSSലെ കുറേ ആളുകൾ അവിടെ ഉണ്ടെന്നുള്ളത് മാത്രമേ അതിനകത്ത് പറയാനൂ. ഓരോ പോളിസി ബേസ്ഡ് ആയിട്ടുള്ള മാറ്റേഴ്സിൻ്റെ അനുസരിച്ചായിരിക്കും സപ്പോർട്ട്. പിന്നെ പിന്നാലെ സപ്പോർട്ട് ചെയ്യണമെന്ന് അങ്ങനെ പറഞ്ഞ് കൊടുക്കാറില്ല. അവർക്ക് ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ വിഷമം. അവരുടേതായ അഭിപ്രായമുള്ള ആൾക്കാർ. ക്രിസ്ത്യൻ കുട്ടികൾ ക്രിസ്ത്യൻ സ്കൂളുകളിൽ തന്നെ പഠിക്കണമെന്ന് ബിഷപ്പ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടല്ലോ. ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയാറില്ല. അത് അവരുടെ അഭിപ്രായം പറഞ്ഞുള്ളതല്ല. അവരങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞൊന്നും പറഞ്ഞുകൊണ്ട് അതിനൊരു അഭിപ്രായം വേറെ പറയുക എന്നുള്ളത് ഒരു മര്യാദയുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നി. ഞാൻ പറയാറില്ല. അതെ, അങ്ങനത്തെ അതോ ആ അഭിപ്രായം പറയാത്താണ് ഇപ്പോൾ ഈ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം ഈ പ്രശ്നങ്ങൾ അല്ല. അത് പറഞ്ഞാൽ അതൊരു അഭിപ്രായം പറയേണ്ട കാര്യമല്ല. ഒരു പോളിസി മാറ്ററോ അല്ലെങ്കിൽ ആണെന്ന് പറയുന്നില്ല. അതിൻ്റെ വസ്തുതയെ സംബന്ധിച്ചുള്ള അതിന് പ്രതികരിച്ചെന്നുള്ളതല്ലാതെ അതിൽ കവിഞ്ഞ് അഭിപ്രായത്തെപ്പറ്റി പ്രതികരിക്കുകയല്ല ചെയ്ത്. അതിനൊന്നും പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് തന്നെ ഇതേ പറഞ്ഞിട്ടുണ്ട്.